ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുല്ല എങ്ങനെയാണ് വീട്ടിൽ നട്ടു വളർത്തുന്നതെന്നും അതിൻ്റെ പരിപാലനവും എല്ലാം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറ്റിമുല്ലയെക്കുറിച്ചിട്ടും അതെങ്ങനെയാണ് നടുന്നതെന്നും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ കുറ്റിമുല്ല എങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതിയൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു തന്ന് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കുറ്റിമുല്ല ഒരെണ്ണം നടാൻ പോവുകയാണ്. അത് നമ്മൾ മുറ്റത്താണ് നടുന്നത്. അപ്പോൾ മുറ്റത്ത് നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, കുഴി കുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്, അവിടെ കുഴി ഒരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മുല്ലച്ചെടി നമുക്കിന്ന് നടാം. അത്യാവശ്യം പാകത്തിനുള്ളൊരു കുഴിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടിയാണ്. കടലപ്പിണ്ണാക്ക് സാധാരണ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നേർപ്പിച്ചൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ അടിവെള്ളമായിട്ട് നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിനി വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ചാണകപ്പൊടി ഇടുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്ക് ഇടുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് സാധാരണ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ അടിവെള്ളമായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മളെപ്പോഴും കടലപ്പിണ്ണാക്ക് കൊടുക്കുന്നത് വെള്ളത്തിൽ നേർപ്പിച്ചിട്ടായിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് നനച്ച് ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നട്ടു കൊടുക്കാം. ചെടിക്ക് ഒരുപാട് ക്ഷതം വരാതെ, അതായത് ഇപ്പോൾ ഇത് നിൽക്കുന്ന ഈ ഒരു കുഞ്ഞ് കവറിനുള്ളിലായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പം ചെടിക്ക് ഒരുപാട് ക്ഷതം വരാതെ നമ്മൾ വളരെ ഇതായിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിന് ഒരു ഷോക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഒരു പോട്ടിൽ നിന്ന് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് നട്ടു കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞു. ഇനി ഇതിനൊരു തടം വെക്കാൻ പോവാണ്. ഞാനിപ്പം കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇതിനിപ്പോൾ തടം വെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിത് ഫുള്ള് നട്ട് കഴിഞ്ഞു, തടമൊക്കെ വെച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെടിക്ക് ഇപ്പോൾ കുറച്ച് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ മുട്ടുകളൊക്കെ നമ്മൾ പിഴുത് കളയണം. ഇത്ര ചെറുപ്പത്തിലെ മുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പം ചെറുപ്പത്തിൽ മുട്ടുകൾ വരുന്നത് നല്ലതാണ്, പക്ഷേ ആദ്യം വരുന്ന മുട്ടുകൾ നമ്മൾ പിഴുത് മാറ്റണം. എങ്കിൽ മാത്രമേ അതിന് നല്ല രീതിയിൽ വളർച്ചയ്ക്കായിട്ട് ഈ ഊർജ്ജം എല്ലാം വളർച്ചയ്ക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ മുട്ടുകളെല്ലാം പിഴുത് മാറ്റുകയാണ്. ചെടി നന്നായി വളർന്നു കഴിയുമ്പോഴേക്കും പിന്നീട് മുട്ടുകൾ വരും. മുട്ടുകൾ പിഴുത് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം.
മുല്ലച്ചെടികൾക്ക് നല്ല രീതിയിൽ നന അത്യാവശ്യമാണ്, അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ വളങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ വളങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ജൈവവളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം പുഴുക്കളുടെ ഒരു ആക്രമണം ഉണ്ടാവാറുണ്ട്. പൂക്കളൊക്കെ പുഴുക്കൾ തിന്ന് കളയാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ പുഴുക്കളുടെ ആക്രമണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കാന്താരിയും ഗോമൂത്രവും തമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 10 ഗ്രാം കാന്താരി മുളക് ഒരു 200 മില്ലി ലിറ്റർ ഗോമൂത്രത്തിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അരച്ച് മിക്സ് ചെയ്തിട്ട് അത് 2 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കളുടെ ശല്യം മാറിക്കിട്ടും. പിന്നെ നമ്മൾ കൃത്യമായി നനച്ചു കൊടുക്കുക, വളങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഇടവേളകളിൽ വളങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുല്ലച്ചെടി പിടിച്ചും കിട്ടും, അത് നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും. അപ്പോൾ കുറ്റിമുല്ല നടുന്നത് വളരെ ഈസി അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഒരു കുറ്റിമുല്ല ചെടിയെങ്കിലും നട്ട് വളർത്തുക. അതിൻ്റെ പൂക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.